എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 202ാമത്തെ വീഡിയോ ആണ്. ബുക്ക് റിവ്യൂവിലെ 52ാമത്തെയുമാണ്. ഇന്ന് നമ്മൾ വേറൊരു അധ്യായമാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് 16 ചാപ്റ്റേഴ്സ് തീർന്നു. ഇത് 17ാമത്തെ അധ്യായം. ഇതിന് ഡോക്ടർ ജോസഫ് മർഫി തന്നിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഹൗ ടു യൂസ് യുവർ സബ് കോൺഷ്യസ് ഫോർ ഫർഗീവ്നെസ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ചാപ്റ്റർ 16ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ 3 വീഡിയോ ഉണ്ടാക്കിയിരുന്നു. 3ൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് ഫർഗീവ്നെസ്സിനെ കുറിച്ചാണ്. അതായത് ഒടുക്കം ഇതിൻ്റെ ജസ്റ്റ് മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഫർഗീവ്. ഈ ഫർഗീവ് എന്ന് വെച്ചാൽ എന്തുവാ? ക്ഷമിക്കുക. നമ്മളുടെ അടുത്ത് നമുക്ക് ദ്രോഹം ചെയ്തവരെ പോലും നമ്മൾ ക്ഷമിച്ച് കളയുക. ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്. അപ്പം അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഈ ഫർഗീവ്നെസ്സിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഫർഗീവ്നെസ് ഈസ് ഗെറ്റിംഗ് യുവർ തോട്ട്സ് ഇൻ ലൈൻ വിത്ത് ദ ഡിവൈൻ ലോ ഓഫ് ഹാർമണി. ഡിവൈൻ ലോ എന്ന് പറയുന്നത് എന്തുവാ? ആ പ്രപഞ്ചത്തിൻ്റെ ലോ, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു റൂളാണ്, ഒരു ചട്ടമാണ്. അപ്പം ആ ഡിവൈൻ ലോ എന്ന് പറയുന്നത് ആ ദൈവത്തിൻ്റെ വിചാരം എങ്ങനെയോ അതുപോലെ നടക്കട്ടെ. അപ്പം ഈ ഫർഗീവ്നെസ് എന്ന് പറയുന്നത് അതായത് ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചു, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ദ്രോഹിച്ചവരെ, ഉപദ്രവിച്ചവരെ, ഇല്ലാതാക്കിയവരെ നമുക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നും. അത് കുറച്ച് പാടാണ്. അങ്ങനെ എല്ലാവരെയും ക്ഷമിച്ച് കളഞ്ഞാൽ പിന്നെ നമ്മൾ ദൈവമാകും. നമ്മൾ മനുഷ്യനായിട്ടിരിക്കാനൊക്കത്തില്ല. അത്രയ്ക്ക് വലിയ ഒരു പ്രയാസമുള്ള ഒരു ഘടകമാണ് ഇത്, ഫർഗീവ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഫർഗീവ്നെസ് ഈ ഡിവൈൻ ലോയുടെ പ്രകാരം നടക്കട്ടെ എന്ന് വെച്ചാൽ നമ്മളങ്ങ് ടോട്ടലായിട്ട് സറണ്ടർ ആകുക. ദൈവം നിശ്ചയിച്ചപടി നടക്കട്ടെ. അപ്പം എന്ത് നടന്നോ അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ടത് ആ രീതിയിൽ നടക്കണമായിരുന്നു. അത് നടന്നു, അത്രയേ ഉള്ളൂ. അതാണ് തിരിച്ചും ഭഗവത്ഗീതയെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അതിൽ 3 കാര്യങ്ങൾ പറയും, ഇല്ലേ? നിങ്ങൾക്ക് അറിയാനില്ല. അതായത് നടന്നതെല്ലാം നല്ലതിന്, ഇപ്പം നടക്കുന്നതും നല്ലതിന്, നാളെ നടക്കാൻ പോകുന്നതും നല്ലതിന്. അപ്പം നടന്നതെല്ലാം നല്ലതിനെന്ന് പറഞ്ഞാൽ അതിൽ എന്തുമായിരിക്കും നമ്മളുടെ ഡിവൈൻ ലോ എന്ന് നമ്മൾ എടുക്കേണ്ടത്? അത് അപ്പം സംഭവിച്ചിരിക്കണം. അത് സംഭവിച്ചു. അത് ചിലപ്പം എനിക്കൊരു പാഠം പഠിപ്പിക്കാനായിരിക്കാം. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് പെരുമാറിയത് എനിക്കൊരു പാഠം പഠിപ്പിക്കാനായിരിക്കാം. അവർ വന്നു, പാഠം പഠിപ്പിച്ചു, അവരുടെ ജോലി കഴിഞ്ഞു പോയി. അവരെ ക്ഷമിക്കുക. അവർ മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ വരും. ഇപ്പോൾ ഈ ചാപ്റ്റർ വളരെ നല്ല ഒരു ചാപ്റ്ററാണ്. വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ മാറ്റണം, ഇനിയും കുറച്ചുകൂടെ ഓരോ ദിവസം കഴിയുമ്പോഴും എങ്ങനെ നമ്മൾ ബെറ്ററാക്കണം. ഇന്നലത്തെക്കാട്ടിലും ഇന്ന് ഞാൻ ബെറ്ററാണ്, ഇന്നത്തെക്കാട്ടിലും ഞാൻ നാളെ ബെറ്ററാകും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും ഈ മുക്തി കിട്ടാനും മുക്തി നേടാനും ഉള്ള യോഗ്യത കിട്ടുന്നുള്ളൂ. ഓക്കെ, അതാണ്. സോ ഹൗ ടു യൂസ് യുവർ സബ് കോൺഷ്യസ് ഫോർ ഫർഗീവ്നെസ്. ഇതിൽ അദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ലൈഫ് അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഡിവൈൻ പവർ, ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ഇതിൽ ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. അപ്പം ചിലർ കഷ്ടപ്പെടുന്നു, ചിലർ സന്തോഷമായിരിക്കുന്നു, ചില തെറ്റുകൾ കാണിച്ചവർ പോലും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തുവാ എന്ന് പറഞ്ഞാൽ
നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത കർമ്മ. അപ്പം ഒരുത്തൻ കഷ്ടപ്പെടുന്നതും സുഖിക്കുന്നതും ജീവിതത്തിൽ അവൻ്റെ മുൻജന്മ കർമ്മഫലമാണ്. അത്രയും നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ദൈവം ഒരാളെ ഇഷ്ടപ്പെട്ടു പല്ലക്കിൽ കയറ്റി കൊണ്ടുപോന്നു, ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവനെ നരകത്തിൽ തള്ളി അല്ലെങ്കിൽ അവന് കഷ്ടപ്പാട് കൊടുത്തു, ഇതെല്ലാം ചുമ്മാതെയാണ്. ദൈവത്തിന് എല്ലാവരും സമമാണ്. ഓക്കെ, ഇതിൽ ലൈഫ് ഓൾവേസ് ഫർഗിവ്സ് യു. ഈ യൂണിവേഴ്സ് ആണെങ്കിലും ശരി, ദൈവമാണെങ്കിലും ശരി, ഈ ജീവനാണെങ്കിലും ശരി, അത് നമ്മളെ എന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, നമുക്ക് ഇത്രയും നല്ല ഒരു ദേഹത്തിനെ തന്ന് ദൈവം നമ്മൾ ഇത്രയും വലിയ മിറാക്കുലസ് മെഷീനാണ്. നമ്മളുടെ ദേഹത്തിന് ഈക്വലായിട്ട് വേറെ ഒന്നുമേ ഈ ലോകത്തില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ്, അത്രയ്ക്ക് മിറാക്കിൾസ്, അതിശയങ്ങൾ നടക്കുന്ന ഒരു സാധനമാണ്, ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ദേഹം. ദേഹത്തിനെ എടുത്താലും ശരി, മനസ്സിനെ എടുത്താലും ശരി, ഈ ദേഹത്തിനെ എടുത്താലും ശരി, ഓരോന്നും ഓരോ അവയവങ്ങളെ നമ്മൾ എടുത്ത് ആലോചിച്ചാലും അതിൻ്റെ ഡിസൈൻ, അതിനകത്തുള്ള വേലപ്പാടെന്ന് വെച്ചാൽ അതിനെ എങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു, അതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ കണ്ണിൻ്റെ ഡിസൈൻ എടുത്ത് നോക്കണം, അതിൻ്റെ അനാറ്റമി ഓഫ് ഐ പഠിച്ചാലറിയാം. ബ്രെയിന്, ലിവർ, ഹാർട്ട്, ലങ്സ്, കിഡ്നി എന്ന് വേണ്ട, ഒന്നും വേണ്ട. ഈ ഫിംഗർ ടിപ്പിൽ എന്തൊക്കെ ഉണ്ടെന്നോ, ഈ ഫിംഗർ ടിപ്പിൽ. അപ്പം അത്രയും നല്ല ഒരു മെഷീനെ ഉണ്ടാക്കി ദൈവം നമുക്ക് തന്നു. നമ്മളതിനെ എന്തൊക്കെ പാടുപെടുത്തുന്നു. അപ്പോഴൊക്കെ ദൈവം നമ്മളെ പനിഷ് ചെയ്യുന്നില്ല. എൻ്റെ മെഷീനെ നീ ചീത്തയാക്കുന്നു, കണ്ടമാനം ഒരു ലിമിറ്റില്ലാതെ ഉള്ള പിസ്സയും ബർഗറും വേണ്ടാത്തതുമൊക്കെ കഴിക്കുക, കുടിക്കുക, ഞാൻ നിനക്ക് തന്ന മെഷീനെ നീ ചീത്തയാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തലയിൽ അടിച്ചമർത്തുന്നില്ല. പക്ഷേ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പല സിംറ്റംസ് മുഖാന്തരം നമ്മളെ കാണിച്ചു തരുന്നു. ഓക്കെ, അത് സത്യമാണല്ലോ. അവിടെ വേദന വരുന്നു, അവിടെ ഡിസീസ് വരുന്നു, അവിടെ അസുഖങ്ങൾ വരുന്നത് നമ്മുടെ ദേഹം പറയുക, അതേ എന്നെ ഇങ്ങനെ ഇട്ട് പാടുപെടുത്താതെ കുറച്ചൊക്കെ ഒന്ന് നോക്കിക്കണ്ട് ചെയ് എന്നുള്ള വാർണിംഗ് ആണ് അത്. ഇപ്പം നമുക്ക് കൈ ഒന്ന് മുറിഞ്ഞു, ദൈവം നമ്മളെ പനിഷ് ചെയ്യുവാണോ? ഇല്ല. എത്ര വേഗം ഒക്കും ആ മുറിവിനെ ഒട്ടാൻ, അതിനെ നേരെയാക്കാനുള്ള വഴിയാണ് നമ്മുടെ ദേഹം നോക്കുന്നത്, ആണല്ലോ. എത്രയൊക്കെ മേജർ ഓപ്പറേഷൻ, എത്ര സ്റ്റിച്ചിട്ട്, എന്തൊക്കെ ചെയ്ത്, ചില ആക്സിഡൻസിലൊക്കെ പെട്ടുപോയി ആളുകളെ കൊണ്ടുവരുന്ന രീതി കണ്ടാൽ ഡോക്ടേഴ്സിനെയൊക്കെ കൈയെടുത്ത് തൊഴണം. അത്രയ്ക്ക് ചില ഓപ്പറേഷൻസൊക്കെ 36 hours പോകും, ചില ഓപ്പറേഷൻസൊക്കെ 24 hours കണ്ടിന്യൂസ് ആയിട്ട്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നിട്ടും ആ ലൈഫ് എന്തുവാണോ നോക്കുന്നത്, എങ്ങനെയെങ്കിലും ഇവനെ ജീവിപ്പിക്കണം, ജീവിപ്പിക്കണമെന്ന് വെച്ചാൽ അവനെ നേരെ ആക്കണം, അവൻ്റെ ജീവനെ തിരിച്ചു കൊടുക്കണം, അവൻ നന്നായി വരട്ടെ എന്നുള്ള രീതിയിലാണ് ലൈഫ് നമ്മളെ സഹായിക്കാൻ നോക്കുന്നത്. ലൈഫ് നമ്മളെ പനിഷ് ചെയ്യുന്നില്ല, ദണ്ഡിക്കുന്നില്ല. നീ വേണ്ടാത്ത ചെയ്തു, അതുകൊണ്ട് നീ കഷ്ടപ്പെട്, അനുഭവി അല്ല. ഓരോ ദിവസവും ഒരു മുറിവുണ്ടെങ്കിൽ കൂടെ ഓരോ ദിവസവും ഉണങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ഒരു നഖം വെട്ടുമ്പോൾ കുറച്ചൊന്ന് ഡീപ്പായി പോയാൽ ഒരു ദിവസം മൊത്തം വേദനയായിരിക്കും, രണ്ടാമത്തെ ദിവസം വേദന കുറയും, മൂന്നാമത്തെ ദിവസം അതിനേക്കാട്ടിലും കുറയും, നാലാമത്തെ ദിവസം ശരിയാകും, ആ മുറിവങ്ങ് ഉണങ്ങും, ഇല്ലേ? അപ്പോൾ എത്ര ഫാസ്റ്റായിട്ടാണ് അവിടെ വർക്കുകൾ നടക്കുന്നത്. അപ്പം ദൈവമോ ലൈഫ് ഫോഴ്സോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചമോ നമ്മൾ കാണിക്കുന്ന ഈ വേണ്ടാത്തനത്തിനൊന്നും നമ്മളെ പനിഷ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ പനിഷ് ചെയ്താൽ നമ്മൾ ഇത്രയും വർഷങ്ങൾ പോലും നമ്മളെ കൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കാൻ പറ്റില്ല.
അപ്പം നമ്മളാരും മറ്റവരെ പണിഷ് ചെയ്യാൻ? നമുക്ക് എത്രയോ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലയോ? അപ്പം ലൈഫിന് നമ്മളോട് ഒരു പകയില്ല, വിരോധമില്ല. അപ്പം നമ്മളെന്തിനാ മറ്റവരുടെ അടുത്ത് പക കാണിക്കുന്നത്? നമ്മളെന്തിനാ മറ്റവരെ വിരോധിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം വിരോധിക്കരുത്, പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തോ അർത്ഥം? അവരെ അങ്ങ് ക്ഷമിക്കുക, അതാണ് ഫർഗീവ്നെസ്. അപ്പം ഇതിലെന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഫർഗീവ്നെസ് ഇസ് ടു ഫർഗീവ് യുവർ സെൽഫ്. നിങ്ങളെ അങ്ങ് ക്ഷമിക്കുക. നിങ്ങൾ എത്രയോ തെറ്റ് ചെയ്ത് കാണും, എന്നാലും നിങ്ങളങ്ങ് ക്ഷമിക്കുക. സെൽഫ് കണ്ടംനേഷൻ. ഈ സെൽഫ് കണ്ടംനേഷൻ എന്ന് വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മൾ കുറ്റവാളിയാക്കുക. അത് അതിന് പേര് കണ്ടംനേഷൻ. ഇപ്പോൾ നമ്മുടെ ലാബിലൊക്കെ ഒരു വർഷത്തിനൊരിക്കൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യും. അപ്പം ഈ സ്റ്റോക്കിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ടം ചെയ്യുന്ന വെച്ചാൽ അതിനെ തള്ളിക്കളാ, ഇതിനി ഉപയോഗശൂന്യമാണ്, അതിനെ കളാ എന്നുള്ളത്. അതാണ് കണ്ടംനേഷൻ. അപ്പം നമ്മൾ കണ്ടം ചെയ്താൽ സെൽഫ് കണ്ടംനേഷൻ ഈസ് കോൾഡ് ഹെൽ, അതാണ് നരകം. ആൻഡ് ഫർഗീവ്നെസ് ഈസ് കോൾഡ് ദ ഹെവൻ. സോ എല്ലാവരെയും ക്ഷമിക്കുക, അതാണ് നല്ലത്. നമുക്കും നല്ലത്, മറ്റവർക്കും നല്ലത്. ഓക്കെ. അപ്പം ഇതിൽ 1-2 ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. പറയുന്നത് ഹൗ ഹി ബാനിഷ്ഡ് ദറ്റ് ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. അതായത് ഒരാൾ, അയാൾക്ക് കല്യാണം കഴിഞ്ഞു, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷേ ഈ മക്കളെയും ഇയാൾ ശ്രദ്ധിക്കത്തില്ല, ഭാര്യയും നോക്കത്തില്ല. രാത്രി 1 മണി 2 മണി വരെ ദിവസം ഇരുന്ന് വർക്ക് ചെയ്യും. ഒരു കുടുംബസ്ഥൻ എന്നുള്ള സ്ഥിതിക്ക് അയാളുടെ കടമയാണ് ഭാര്യയും മക്കളെയും നോക്കേണ്ടത്. പക്ഷേ അവരാരെയും നോക്കിയില്ല. 2 മണി വരെ രാത്രി ഇരുന്ന് ജോലി ചെയ്യും. അപ്പം അയാൾക്ക് എന്താ വെച്ചാൽ 2 തോന്നലുകളാണ്. എന്തുവാ? ഒന്ന്, ഞാൻ രാത്രി വരെ 12, 1, 2 മണി വരെ ഇരുന്ന് ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു. അപ്പോൾ എൻ്റെ അയലോക്കത്തുകാരെല്ലാം എന്നെ നല്ലവനായിട്ട് വിചാരിക്കുമല്ലോ എന്നുള്ള, എന്നെ എല്ലാവരും പ്രൈസ് ചെയ്യും. പ്രൈസ് വെച്ചാൽ പുകഴ്ത്തി പറയുമല്ലോ എന്നുള്ള ഒരു തോന്നൽ. രണ്ടാമത്, അയാൾ പനിഷ്മെൻറ്റ് കൊടുക്കുക. ഈ ദിവസം ഇത്രയും നേരം ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അയാളെ സ്വയം ശിക്ഷിക്കുക. അപ്പം അത് പിന്നെ ഇയാൾ ജോസഫ് മർഫിയെ കണ്ടു. അത് എങ്ങനെ കണ്ടു എന്നൊന്നും എഴുതിയിട്ടില്ല. ഐ എക്സ്പ്ലെയിൻ ടു ഹിം, അങ്ങനെയാണ് തുടക്കത്തിൽ. അപ്പം ജോസഫ് മർഫി ഇത് കേട്ടിട്ട് പറഞ്ഞു, യു ആർ പനിഷിങ് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ കുറ്റവാളിയാക്കുക, നീ നിനക്ക് തന്നെ ദണ്ഡന, അതായത് പനിഷ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. നിനക്ക് നിന്നെ ക്ഷമിക്കാൻ അറിയണം. പിന്നെ എന്തുകൊണ്ട് ഇയാളിങ്ങനെ ചെയ്തു? ഒന്ന് വളരെയധികം സംസാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ, ഇയാൾ 10-15 വർഷത്തിനു മുമ്പേ ഇയാളുടെ സഹോദരനെ കബളിപ്പിച്ച് ഏതോ കാര്യങ്ങൾ ചെയ്തു. ചിലപ്പം സഹോദരന് കിട്ടേണ്ട സ്വത്തിനെ ഇയാൾ അപഹരിച്ചെടുത്ത് കാണും, അല്ല എന്തോ ചെയ്തിട്ടുണ്ട്. അതിന് സഹോദരൻ തിരിച്ച് നല്ല രീതിയിൽ ഇവന് കൊടുക്കും ചെയ്തു. എന്നാലും ഞാൻ എൻ്റെ സഹോദരനെ അങ്ങനെ ചെയ്തിരിക്കരുത്, ഞാൻ ചെയ്തത് തെറ്റ് എന്നുള്ള തോന്നൽ ഇയാൾക്ക് വളരെ ഡീപ്പായിട്ട് പോയ കൊണ്ട് ഇയാൾ സ്വയം അയാളെ പണിഷ് ചെയ്യുക. അങ്ങനെയാണ് ഭാര്യയെ നോക്കാതെ, മക്കളെയും നോക്കാതെ, അതേ ഒരു നെഗറ്റീവ് കർമ്മയാണ്. പോരാത്തതിന് അയാളെ സ്വയം പണിഷ് ചെയ്ത് രാത്രി ഉറങ്ങാതെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ജോസഫ് മർഫി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്,
നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. ആദ്യം നിന്നെ ക്ഷമിക്കാൻ നീ പഠി. ആദ്യം നീ നിന്നെ ക്ഷമിക്കണം. അപ്പം ഡോക്ടർ ചോദിച്ചെന്ന്, ഇപ്പം നിൻ്റെ ബ്രദറിനെ ഇവിടെ കൊണ്ടുവന്നാൽ നീ അതുപോലെ പെരുമാറുമോ? അന്ന് നീ ചെയ്ത പോലെ പെരുമാറുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇപ്പം ഞാൻ അങ്ങനല്ല. ഇപ്പം ഞാൻ ആ മനസ്ഥിതിയിലല്ല. ഞാൻ നല്ലവനായി. ഞാൻ ഇപ്പോൾ ഒരുപാട് പേരെ സഹായിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പം ഇനി ഞാൻ എൻ്റെ സഹോദരനോട് അങ്ങനെ പെരുമാറത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, അപ്പം ഇപ്പം നിനക്ക് മൈൻഡിൽ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അതൊക്കെ നീ അന്ന് ചെയ്തത് അറിയാൻ വയ്യാതെ ചെയ്ത് കാണും, അല്ലെങ്കിൽ ഏതോ ഒരു സന്ദർഭത്തിൽ നീ അങ്ങനെ ചെയ്തു. പക്ഷേ ഇപ്പം നീ അങ്ങനെ അല്ലല്ലോ. നീ തിരുന്തി, നിൻ്റെ മനസ്സിൽ തിരുന്തി നല്ലവനാവുന്നു. അതുകൊണ്ട് ഇനി നീ അങ്ങനെ നിന്നെയെ കഷ്ടപ്പെടുത്തി രാത്രി 2 മണി വരെ ഇരുന്നൊന്നും ജോലി ചെയ്യരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പം പിന്നെ അയാൾ നേരെയായി ഭാര്യയും മക്കളെയും നോക്കിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പം അതുമാത്രമല്ല, അയാൾക്ക് ഭയങ്കര ഹൈ BP ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഡോക്ടർ മർഫി അടുത്ത് വന്ന് ഈ അഡ്വൈസൊക്കെ കേട്ടേ പിന്നീട് കൗൺസിലിംഗ് ഒക്കെ ചെയ്തേ പിന്നീട് BP ഒക്കെ നോക്കിയപ്പോൾ നോർമലായി. അയാൾ നല്ല ഒരു നോർമൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതേപോലെ വേറൊരാൾ, അയാളുടെ ബ്രദറിനെ വെടിവെച്ച് കൊന്നു, ഷൂട്ട് ചെയ്തു. ഒരു 10-15 വർഷത്തിന് മുമ്പേ നടന്ന കഥയാണ്. ഇപ്പം ഡോക്ടർ മർഫി അടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് പറയുന്നു, സാറേ, ഞാൻ വലിയൊരു തെറ്റ്, ഞാൻ കൊലകാരനാണ്. നീ ആരെ കൊല ചെയ്തടാ? ഞാൻ എൻ്റെ സ്വന്തം ബ്രദറിനെ കൊല ചെയ്തു. എന്തുകൊണ്ട്? അവൻ എൻ്റെ ഭാര്യയുടെ കൂടെ റിലേഷൻഷിപ്പ് വെച്ചിരുന്നു. അപ്പോൾ ഒരു നിമിഷത്തിൽ ഞാൻ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞു. അതിന് പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കാണും. വേറെ കല്യാണം കഴിച്ച് നല്ല 3 കുട്ടികളുണ്ടായി. ഇയാൾ നല്ല പൊസിഷനിലുമാണ്, നല്ല ജീവിതമാണ് ജീവിക്കുന്നത്. പക്ഷേ അയാൾക്കുള്ള ആ കുറ്റബോധം, ഹി വാസ് കണ്ടമിങ് ആൻഡ് ഇന്നസെൻറ്റ്. ആക്ച്വലി അതായത് ഞാൻ എൻ്റെ ബ്രദറിനെ കൊന്നിരിക്കരുത്, അത് സത്യം തന്നെയാണ്. ഏതൊരു ലൈഫിനെയും കൊല്ലാൻ നമുക്ക് അധികാരമില്ല. ഒരമ്മ പ്രസവിച്ച് ഒരു കൊച്ചിനെ വളർത്തുമ്പോഴും ആ കൊച്ചിനെ പ്രസവിച്ചെങ്കിലും അതിനെ കൊല്ലാനുള്ള റൈറ്റ് നമുക്കില്ല. ആർക്കും തന്നെ ആരെയും കൊല്ലാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ ഇവൻ്റെ ബ്രദർ കാണിച്ചത് കന്നത്തരവാണ്, തെറ്റാണ്. എന്നാലും കൊല്ലേണ്ട കാര്യമില്ല, കൊല്ലാനുള്ള റൈറ്റ്സ് ഇവന് തന്നിട്ടില്ല. പക്ഷെ അവൻ കൊന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ആ കുറ്റബോധം അവനെ കൊന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കുറേശ്ശെ. അങ്ങനെ സഹികെട്ട് ഡോക്ടർ മർഫിയെ കാണാൻ വന്നു. അപ്പോൾ ഡോക്ടർ മർഫി പിന്നെ പറഞ്ഞു കൊടുത്തു, ഈ സെൽസ് എല്ലാം പുതുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരു 11 മാസത്തിന് ഒരിക്കൽ നമ്മളുടെ ദേഹത്തിലുള്ള എല്ലാ സെൽസും പുതുപ്പിക്കപ്പെടും. നേരത്തെയും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതേ ബുക്കിൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഐഡിയ. അപ്പം 11 മാസത്തിനൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ പുതിയ ബോഡിയാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ സെൽസ് എല്ലാം പുതിയതാവും, പഴയതെല്ലാം മാറും. അങ്ങനെ ഉള്ളപ്പം നീയും പുതിയ ഒരു മനുഷ്യനാണ്. അപ്പം നീ ഇനി നിന്നെ പണിഷ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, നിന്നെ അങ്ങ് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് പിന്നീട് അവന് ആ കുറ്റബോധം അവനിലിരുന്ന് മാറി. അതേപോലെ ഒരു സ്കൂളിലെ ഒരു ടീച്ചർ ഒരു സ്പീച്ച് കൊടുത്തു. സ്കൂളിലാണോ സ്പീച്ച് കൊടുത്തത് എവിടെയാണെന്ന് അറിയാൻ വയ്യ, ഗേവ് എ സ്പീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്പീച്ചിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫാസ്റ്റായി സംസാരിച്ചു, ചില വാക്കുകളൊക്കെ അകത്ത് പോയി, വിഴുങ്ങി, ക്ലിയർ അല്ലായിരുന്നു.
അപ്പം ആ സ്പീച്ച് കേട്ട ഒരു സ്ത്രീ ഇവർക്കൊരു കത്തെഴുതി. അക്കാലത്തൊക്കെ കത്ത് തന്നെയല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ലെറ്റർ എഴുതി, ഇങ്ങനെയൊക്കെ തെറ്റുകളുണ്ടായിരുന്നു, ഇതൊക്കെ ശരിയല്ല എന്നൊക്കെ. അപ്പം ഇവർ ആ കത്ത് വായിച്ചപ്പം ഈ കത്തിലുള്ളതെല്ലാം പോയിൻറ്റ്സ് ശരിയാണ്, എനിക്കും അത് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി, അതുകൊണ്ട് അവർ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞ് ഇവരൊരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് എടുത്ത് പഠിച്ച് നന്നായി. അതുമാത്രമല്ല, ആര് അവർക്ക് കത്തെഴുതിയോ അവർക്ക് താങ്ക്സ് പറഞ്ഞ് ഒരു കത്തെഴുതി. അപ്പം അത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, അവരൊരു കത്ത് എഴുതിയ കൊണ്ടാണ് അവർക്ക് അവരെ തിരുത്താൻ പറ്റിയത്. അപ്പം ഇതിലെല്ലാം കാണുന്നത് എന്തുവാന്ന് വെച്ചാൽ, ബി കമ്പാഷനേറ്റ്. ഈ കമ്പാഷൻ എന്ന് പറയുന്നതിന് മലയാളത്തിൽ പറയുന്നതാണ് അനുകമ്പം. അതായത് എല്ലാവരെയും, ഇപ്പം നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. ലവ് ഓൾ, ലവ് ഈസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ തളത്തിലൊന്നും നമ്മൾ ഉയർന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ സെൽഫിഷാണ്. നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹാർട്ട് ചക്ര അത്രയും പ്യുവർ ആയിട്ടില്ല. എന്ന് എൻ്റെ അനാഹത ചക്ര അത്രയും പ്യുവർ ആകുമോ അപ്പോൾ എനിക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ എന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എനിക്കങ്ങനെ എല്ലാവരെയും അങ്ങനെ ഒരുപോലെ വിചാരിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അപ്പം അനാഹത ചക്ര ഇപ്പോഴും 100% പെർഫെക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത്രയും നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനൊന്നും ഇപ്പം പറ്റിയില്ലെങ്കിലും, മറ്റവരുടെ ആരെങ്കിലും നമുക്ക് നന്മ ചെയ്യുവാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്ത തെറ്റിന് പോലും നമ്മളെ പനിഷ് ചെയ്യാതെ നമ്മൾ ചെയ്തതിനെയും നമ്മളെ ക്ഷമിക്കുക. അത്രയും നമുക്ക് അറിയണം എന്നാണ് പറയുന്നത്. അതായത് ഇനിയൊരു കാര്യം പറയുന്നു. അതായത് ഡോക്ടർ ജോസഫ് മർഫിയെ ഒരു കല്യാണം നടത്തി കൊടുക്കാൻ ക്ഷണിച്ചിരുന്നു ചർച്ചിൽ. അപ്പോൾ ഇദ്ദേഹം ചർച്ചിൽ പോയി. പെണ്ണ് വന്നു, റെഡിയായിരുന്നു, ഒരുങ്ങി റെഡിയായിരിക്കുന്നു. ഒരു 2 മണിക്കൂർ നോക്കിയിട്ടും പയ്യൻ വന്നില്ല. അപ്പം കല്യാണത്തിനെ നിർത്തി. പയ്യൻ വരാതെ എന്ത് കല്യാണം? അങ്ങനെ നിർത്തി. അപ്പം ആ പെണ്ണിന് മനസ്സിനൊരു പെണ്ണ് കരഞ്ഞില്ല, ബഹളം വെച്ചില്ല, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരുന്നു. അപ്പം ആ പെൺകുട്ടി ഡോക്ടർ മർഫിയുടെ അടുത്ത് പറയുവാണ്, ഐ പ്രേയ്ഡ് ഫോർ ദ ഡിവൈൻ ഗൈഡൻസ്. ഞാൻ പ്രാർത്ഥിച്ചത് ആ ഡിവൈൻ ഗൈഡൻസിനെയാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതായത് എല്ലാവർക്കും കല്യാണം നടക്കണമെന്ന് ആഗ്രഹമാണ്, നല്ല രീതിയിൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമാണ്, ഒന്നും അതില്ല എന്നല്ല. പക്ഷേ ഈ പെണ്ണ് പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏത് ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് ആ പെണ്ണിനും ആ പ്രൊപ്പോസ്ഡ് കല്യാണ ചെറുക്കനും, ഇത് ഞങ്ങൾക്ക് 2 പേർക്കും ശരിയെന്ന് അവിടെ വിചാരിക്കുന്നു, അങ്ങേ എന്തോ വിചാരിക്കുന്നു, അതായത് ഡിവൈൻ പവർ എന്ത് വിചാരിക്കുന്നു അതുപോലെ നടക്കട്ടെ എന്ന് മാത്രമാണ് ഈ പെൺകുട്ടി പ്രാർത്ഥിച്ചത്. ഇതിൻ്റെ പേരാണ് ടോട്ടൽ സറണ്ടർ. അതായത് നമ്മളെ കംപ്ലീറ്റായിട്ട് ദൈവത്തിൻ്റെ കാലടിയിൽ സമർപ്പിക്കുക. അപ്പോൾ ഏത് നടന്നാലും, കല്യാണമേ നടന്നില്ല, പയ്യൻ വന്നേയില്ല, പെണ്ണ് ഒരുങ്ങി അത്ര 2 മണിക്കൂർ എല്ലാവരും വന്ന് കാത്തിരുന്നു, എന്നിട്ടും അവൾക്ക് വലിയ മനപ്രയാസമില്ല. എന്താണെന്ന് വെച്ചാൽ, അവൾ വിചാരിച്ചത് ആ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്, നമ്മുടെ ഉപബോധ മനസ്സിനകത്തുള്ള ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഏത് ശരിയെന്ന് തോന്നുന്നോ, ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിന്
ഏത് ശരിയെന്ന് തോന്നുന്നോ അത് നടത്തിയാൽ മതി എന്ന് ഇവൾ ആൾറെഡി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കല്യാണം നടന്നില്ല. ചിലപ്പോൾ ആ കല്യാണം നടക്കാത്തത് തന്നെയായിരിക്കും അവനും നല്ലത്, ഇവക്കും നല്ലത്. അപ്പം അങ്ങനെ ഇത്രയും വലിയ ഒരു സംഭവം നടന്നപ്പം പോലും ആ കുട്ടി നല്ല ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരുന്നു. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കാൻ ഉള്ളത്, ദൈവത്തിനോടങ്ങ് നമ്മൾ സറണ്ടർ ആവുക. അത് ഗോഡ് എന്ന് പറഞ്ഞാലും ശരി, ഇഷ്ടദൈവം എന്ന് പറഞ്ഞാലും ശരി, അതേ തന്നെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. അപ്പം ഉപബോധ മനസ്സിന് അറിയാം ഏതാ നടക്കേണ്ടിയത്, അത് നടത്തിത്തരും. അപ്പം എനിക്ക് ഈ പയ്യനെ തന്നെ വേണം, ആ പയ്യൻ വരണം, ആ പയ്യൻ്റെ കൂടെ കല്യാണം കഴിക്കണം, നിങ്ങൾ സന്തോഷമായിരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കല്യാണം നടന്നിരുന്നേനെ. പക്ഷേ നടന്നേ പിന്നീടായിരിക്കും അവനെക്കുറിച്ചുള്ള സത്യമൊക്കെ അറിയേണ്ടിയതോ, അല്ലെങ്കിൽ ഇവനോ അവൾക്ക് യാതൊരു മാനസികമായിട്ടൊരു ചേർച്ചയില്ല എന്ന് അറിയാൻ വരുന്നതോ. അതിന് പിന്നെ ആയിരിക്കും ഈ വഴക്കും ഡൈവേഴ്സിന് പോകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അതിന് പ്രകാരം ഇവളെന്തുവാ പ്രാർത്ഥിച്ചേ? എനിക്കും ആ പയ്യനും ഏത് ശരിയോ അത് നടക്കട്ടെ. അപ്പം ഈ കല്യാണം ശരിയല്ല എന്നുള്ളതാണ് ഡിവൈൻ പവറിൻ്റെ ഉദ്ദേശം. അവളുടെ ഉപബോധ മനസ്സിന് അറിഞ്ഞിരുന്നു, അതുകൊണ്ട് ആ പയ്യൻ വന്നേയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളും ഇപ്പം ഇതൊക്കെ നമ്മളിപ്പം ബുക്കിൽ വായിക്കുന്നു, ഞാൻ പറയുന്നു. ഇത് തന്നെ എൻ്റെ ലൈഫിൽ നടന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ കാമൻ കൂളായിട്ടിരിക്കുമോ? ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഇരിക്കണം. ഏത് നടന്നാലും ശരി, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ അവിടുത്തെ ആജ്ഞ പോലെ നടക്കട്ടെ, അവിടുത്തെ ഇച്ഛാശക്തിയുടെ കൂട്ട് നടക്കുക, അത് മുഖാന്തരം അതുപോലെ തന്നെ നടക്കട്ടെ എൻ്റെ ജീവിതം. ഇന്ന് നമ്മൾ എത്ര പേര് ടോട്ടൽ സറണ്ടറിലിരിക്കുന്നു? ആ ടോട്ടൽ സറണ്ടർ മോഡിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ മുക്തിയെക്കുറിച്ചും എനിക്ക് വേറൊരു ജന്മം വേണ്ടെന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് ഇദ്ദേഹം നമ്മുടെ ഫർഗീവ്നെസ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പം നമ്മൾ പനിഷ് ചെയ്യേണ്ടത് നമ്മളെ ക്ഷമിക്കാൻ അറിയണം, മറ്റവരെയും ക്ഷമിക്കാൻ പഠിക്കണം, ക്ഷമിക്കണം. ഓക്കെ, എത്ര വലിയ ഒരു തത്വമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. എന്നാലും നമുക്കും ശ്രമിക്കണം. എന്നുവെച്ചാൽ ഒടുക്കം ഇതൊന്നും ഇല്ലാതെ ഈ എമ്പതി, കമ്പാഷനേറ്റ് ഔട്ട്ലുക്ക്, ഫർഗീവ്നെസ്, ഇതൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനേ ഒക്കത്തില്ല. അതുകൊണ്ട് ഒടുക്കം ലാസ്റ്റ് മിനിറ്റിൽ മരിക്കാൻ കിടക്കുമ്പം പഠിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോഴേ നമുക്ക് കേൾക്കാൻ പറ്റുന്നു, വായിക്കാൻ പറ്റുന്നു, പഠിക്കാൻ പറ്റുന്നു. അത് ഇപ്പം തന്നെ ഇന്ന് തൊട്ട് ഇത് കേൾക്കുമ്പോഴേ നമ്മൾ അതിനെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമാധാനം കിട്ടും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.